ഒത്തിരി പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് പോലും അറിയാതെയാണ്. ലൈക്ക് ചില ദിവസം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചില ദിവസം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചില ദിവസം ഇതൊക്കെ വിട്ടിട്ട് സ്റ്റോക്സ് പോയി ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് അവർക്കൊരു പ്രത്യേക പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രശ്നം കൂടുതലും മിക്ക ആൾക്കാരിലും കണ്ടുവരുന്നുണ്ട്. ലൈക്ക് എന്തിനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള അവർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുപോലെ തന്നെ റാൻഡമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല അവരുടെ പൈസയൊക്കെ എവിടെ പോയിരുന്നു. സോ ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവണം. ലൈക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് അതിനൊരു ടൈം ഹൊറിസോൺ വയ്ക്കാം. അതുപോലെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യണം, ലൈക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഗോളിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ലൈക്ക് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബൈക്ക് എടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നിങ്ങൾക്ക് ലോ റിസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി വേറൊരു എയിം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രീം ഹൗസ് ഉണ്ടാക്കണം, ലൈക്ക് ഇൻ എ സ്പാം ഓഫ് 10 ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ ടൈം പീരീഡ് കിട്ടി. സോ ഒരു 10 വർഷത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. പിന്നെ ഇതൊന്നുമല്ല, റിട്ടയർമെൻറ്റ് പ്ലാൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ആവും. അപ്പോൾ അതിന് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് SIP ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോമ്പൗണ്ടിങ് ആണ് മാജിക് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തെറ്റായ സമയത്ത് പൈസ വിഡ്രോ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഡിപ്സ് കാണുമ്പോൾ പാനിക് ആയിട്ട് നിങ്ങളുടെ ഫോക്കസ് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ പ്രോപ്പർ ഗോളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഡിപ്സ് ഒക്കെ നിങ്ങളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് ഇൻവെസ്റ്റ് റാൻഡംലി, ഇൻവെസ്റ്റ് വിത്ത് പർപ്പസ്. ഒരു 5 മിനിറ്റ് മാറി ഇരുന്നിട്ട് നിങ്ങളുടെ ടോപ്പ് 3 ഗോൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴേ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്.